ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി പേപ്പർ ഫ്ലവർ ചെയ്യാം കേട്ടോ. ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് സർക്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഇതുപോലെ ഒരു 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പീസും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൽ നിന്നായിട്ട് നമ്മളൊരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ടൊരു സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് വലിയ പെറ്റലിനുള്ളിലേക്കായിട്ട് ആ ഒരു ചെറിയ പെറ്റൽ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്, പിന്നെ ആ ഒരു വലിയ പെറ്റൽ മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളെടുത്ത് ആ 8 പേപ്പർ പീസും ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അതിന് സ്റ്റെമ്മും ലീവ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 എൻഡിൽ നിന്നും കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ലൈറ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലീവ്സ് കൂടി സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നീളത്തിലുള്ള ലീവ്സാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ ഓരോ ലീഫ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കത് ഒരുമിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയ രീതിയിൽ നമ്മളൊരു പേപ്പർ ട്യൂബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലേക്കായിട്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒട്ടിച്ച് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.